പഴയ നിയമ പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് നിലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സെക്കരിയ പ്രവാചകൻ ഇസ്രായേലിന്റെ നടുവിൽ സുദീർഘമായ ഒരു ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയും പുനരാഗമനത്തെയും വിദൂര ഭാവിയിൽ ഇസ്രയേൽ ജനതയുടെ കൂട്ടിച്ചേർപ്പിനെയും അവരെ ഒന്നിച്ചുകൂട്ടി അവരുടെ മേൽ മിശിഹായായി വാഴുവാൻ നീക്കുന്നതിനുമായ മഹത് പ്രഭു എന്ന നിലയിലാണ് ഈ പുസ്തകത്തിൽ സെക്കരിയ പ്രവാചകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മിശിഹായുടെ ആധിപത്യത്തിന്റെ കീഴിൽ ഇസ്രയേൽ ജാതി സമ്പൂർണമായി വീണ്ടെടുക്കപ്പെടുന്ന മനോഹരമായ ഒരു ചിത്രം അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ, ആ നാളിൽ യാക്കോബിന്റെ അശുദ്ധി നീക്കപ്പെടുന്നതിന് അവനായി ഒരു നീരുറവ് പുറപ്പെട്ടു വന്നിരിക്കുമെന്നും അങ്ങനെ ഇസ്രയേൽ ഗൃഹം മുഴുവനായും രക്ഷിക്കപ്പെടുമെന്നും ലോകത്തിന്റെ എല്ലാ അറുതികളിൽ നിന്നും കർത്താവായ യേശു അവരുടെ പ്രതീക്ഷിത മശിഹ എന്ന നിലയിൽ അവരെ കൂട്ടിച്ചേർക്കുമെന്നും അവരുടെ വാഗ്ദദേശത്ത് അവരെ കൂട്ടിച്ചേർത്ത് അവരുടെ മേൽ അധിപനായി അവിടുന്ന് വാഴും എന്നും വളരെ വ്യക്തതയോടുകൂടെ പ്രവചിച്ച പ്രവാചകനാണ് സെക്കരിയ പ്രവാചകൻ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ നീക്കിക്കളയും എന്ന് പറയും. സെക്കരിയ പ്രവാചകൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും അതുപോലെ പ്രവാസത്തിന്റെ പാരമ്യതയിൽ നിന്നും ദീർഘകാലമായിരിക്കുന്ന പ്രതീക്ഷയുടെ മങ്ങളിൽ നിന്നും ഇസ്രായേലിനെ സമ്പൂർണമായി വീണ്ടെടുത്ത് ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശമായിരുന്ന അവകാശ ഭൂമി സമ്പൂർണമായി വീണ്ടെടുത്ത് അവരെ അതിലാക്കി അവരുടെ മേൽ വാഴുന്ന രാജാവായി ഭരിക്കുന്ന രാജാതി രാജാവും കർത്താവും അവരുടെ വീണ്ടെടുപ്പുകാരനും എന്ന നിലയിലാണ് ക്രിസ്തുവിനെ ഈ പ്രവാചക പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വരച്ച് കാട്ടിയിരിക്കുന്നത്.